നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിലെ 15 ഇന്ത്യക്കാരടക്കം 21 ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന മോചിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ കൈയടിക്കുകയാണ് ലോകം. ഇന്ത്യൻ നാവികസേനയുടെ നാഴികക്കല്ലാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ ചരക്കുകപ്പലായ MV ലില നോർഫോക്സ് ഇന്ത്യൻ നാവികസേന കമാൻഡോകൾ പ്രവേശിക്കുന്നതും മാൻഡോകൾ ഡെങ്കിലേക്ക് കയറുന്നതും ഉൾപ്പെടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും ക്ലിയർ ആണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു റാഞ്ചലുമായി ബന്ധപ്പെട്ട് നടന്ന പല പ്രശ്നങ്ങൾക്കുമെതിരെ ഇന്ത്യൻ നാവികസേന കൃത്യമായി ഇടപെടുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തിന് അറബികളിലൂടെയുള്ള ചരക്ക് നീക്കം നിർണായകമാവുകയാണ്. ഇത് മനസ്സിലാക്കിയാണ് നാവികസേനയുടെ ഇടപെടൽ. അറബിക്കടലിൽ വെച്ച കപ്പൽ തട്ടിയെടുത്തുവെന്ന സന്ദേശം ബ്രിട്ടീഷ് സൈനിക ഏജൻസിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ആദ്യം വിവരം നൽകുന്നത്. സൊമാലിയൻ തീരത്ത് വെച്ചാണ് കപ്പൽ തട്ടിയെടുത്തത്. ആയുധങ്ങളുമായി കപ്പലിൽ കയറിയ സംഘം കപ്പൽ തട്ടിയെടുത്തുവെന്ന സന്ദേശം നൽകി. എന്നാൽ കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. നാവികസേനയുടെ നിരീക്ഷണ വിമാനം ഇന്നലെ രാവിലെ കപ്പലിന് മുകളിലൂടെ പറന്ന് സ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് ഓപ്പറേഷൻ നടത്തിയത്. കമാൻഡോകൾ എത്തുമ്പോഴേക്കും കൊള്ളക്കാർ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് സൂചന. കപ്പലിലുണ്ടായിരുന്ന 15 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 21 ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. നാവികസേനയുടെ കമാൻഡോകളായ മാർക്കോസ് ആണ് ഓപ്പറേഷൻ നടത്തിയത്. നാവികസേന യുദ്ധക്കപ്പലായ INS ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാദൌത്യം. റാഞ്ചിയ കപ്പലിന് സമീപമെത്തിയ ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ അയച്ച കടൽക്കൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാൻ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ആദ്യഘട്ടം. ഇതിന് പിന്നാലെ കമാൻഡോകൾ ചരക്കുകപ്പലിൽ പ്രവേശിക്കുകയായിരുന്നു. മുകളിലെ ഡെങ്കിൽ പരിശോധന പൂർത്തിയാക്കിയ കമാൻഡോകൾ രണ്ടാമത്തെ ഡെങ്കിൽ കടന്നതായി നാവികസേന സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കപ്പൽ മോചിപ്പിച്ചതായി അറിയിപ്പ് വന്നത്. നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് നടപടികൾ ഏകോപിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് കപ്പൽ റാഞ്ചിയ വിവരം ബ്രിട്ടീഷ് സൈനിക ഏജൻസിയായ UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പുറത്തുവിട്ടത്. കപ്പൽ റാഞ്ചി എന്ന സന്ദേശം ലഭിച്ചയുടൻ ഇന്ത്യൻ നാവികസേന നടപടികൾ ആരംഭിക്കുകയായിരുന്നു. INS ചെന്നൈ വഴിതിരിച്ചുവിടുകയും സമുദ്ര പെട്രോളിംഗ് വിമാനത്തെ നിരീക്ഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രസീലിൽ നിന്നും ബഹ്റിനിലേക്ക് പോകുന്നതിനിടയിലാണ് സൊമാലിയയിൽ നിന്ന് 300 നോട്ടിക്കൽ മൈൽ കിഴക്ക് നിന്ന് 6 അംഗ സായുധ സംഘം കപ്പൽ റാഞ്ചിയത്. ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ പതിവായതോടെ സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ കൂടുതൽ നാവികസേന കപ്പലുകൾ സമുദ്രപാതകളിൽ വിന്യസിച്ചിരുന്നു.